ഇസ്ലാം മതത്തിൽ ഇപ്പോൾ കാണുന്ന ഒരു പ്രക്രിയ എന്താണെന്നറിയാമോ? വളരെ ഉദാരമായ രീതിയിൽ ആരെയും കാഫിറാക്കി കൊടുക്കപ്പെടും. മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകളും എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 90-99% ആളുകളും അങ്ങനെ വേറെ ഏതെങ്കിലും വിഗ്രഹങ്ങളിലോ സംഗതികളിലോ ഒന്നും വിശ്വസിക്കുന്നില്ല. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിങ്ങൾക്കിടയിലുള്ള വലിയൊരു വിഭാഗം ആളുകൾ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പേറി നടക്കുന്ന ആളുകളാണ്. അവരുടെ വിശ്വാസത്തിൽ ശിർക്കും കുഫറും കലർന്ന വിശ്വാസമുണ്ട്. അതൊക്കെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. സ്വീകരിക്കുന്നവർ അത് സ്വീകരിക്കുന്നു, അല്ലാത്തവർ അത് തള്ളിക്കളഞ്ഞ് നമ്മുടെ കാരണന്മാർ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിച്ചു കൊള്ളാം, ഇനി ഉസ്താദ് കാന്തപുരം ഉസ്താദൊക്കെ നരകത്തിൽ പോവുകയാണ്, നരകത്തിൽ പോകാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള അഹന്തയിൽ ജീവിക്കുന്ന ആളുകളുമുണ്ട്. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. എന്നാൽ ഇവിടെ ഇന്ന ആളുകൾ കാഫിറാണ് എന്നോ, ഇന്ന ആളുകൾ മുശ്രിക്കാണ് എന്നോ, ഇന്ന സംഘടന മുശ്രിക്കാണ് എന്നോ കാഫിറാണെന്നോ എന്നുള്ള മുദ്ര കുത്തുന്ന പരിപാടിയൊന്നും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കില്ല. അവരാരും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി വന്നിട്ടുമില്ല. കേരളത്തിൽ അങ്ങനെ ഒരു കീഴ്വണക്കം ഇന്നേ വരെ ഉണ്ടായിട്ടുമില്ല. എന്നാൽ കൃത്യമായി നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളുടെ സമസ്ത എന്ന് പറയുന്ന ടീമുണ്ടല്ലോ, അവരാണ് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമികളും കാഫിറാണ് എന്ന്, മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞ വിദ്വാനാരാണ്? സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരല്ലേ? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൻ്റെ പേര് കൊടുത്തിട്ട് ഒരു കൂട്ടർ ഉണ്ട്. അവരെ പ്രബോധനത്തിനും ഇത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. എൻ്റെ ദൃഷ്ടിയിൽ രണ്ടു കൂട്ടരും മുസ്ലിമുകളെ അല്ല. ഇത് കേവലം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒറ്റപ്പെട്ട വ്യക്തിയിൽ നിന്ന് വന്ന ഒരു കാര്യമാണ് എന്ന് വിചാരിക്കേണ്ട. ഇദ്ദേഹത്തെ ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയായിട്ടാണ് ഒരു വിഭാഗം ആളുകൾ കൊണ്ടു നടക്കുന്നത്. മാത്രവുമല്ല ഔലിയാക്കള മുഷാവറയിൽ അംഗമാണ് എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. വലിയ ദർജയുള്ള ആളാണ് എന്നൊക്കെയാണ്. അദ്ദേഹത്തിന് ഇടക്കിടയ്ക്ക് ദർജ കൂട്ടി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗത്തിന്റെ നേതാവാണ് ഇദ്ദേഹം. ഇങ്ങനെയുള്ള കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും അനിൽ മുഹമ്മദിന് പറയാനുണ്ടാകുമോ? ഒന്നും പറയില്ല. കാന്തപുരം ഉസ്താദാണല്ലോ, അതുകൊണ്ട് ഒന്നും പറയില്ല. മാത്രവുമല്ല, താങ്കളുടെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെ സമസ്ത എന്ന് പറയുന്ന ആ കൂടാരത്തിൽ നിന്ന് വേറെയും ഫത്വകൾ വന്നിട്ടുണ്ട്. 1994 മാർച്ച് 24 ഇറക്കിയ സുന്നി വേദി എന്ന് പറയുന്ന പുസ്തകമാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. എന്താണ് ഇതിൽ പറയുന്നത്? വഹാബികളും മൗദൂദികളും കാദിയാനികളും അടുത്ത സാധനങ്ങളൊന്നും നാം തിന്നാൻ വേണ്ടി പാടില്ലാത്തതാണ്. അതുപോലെ അവർക്ക് സലാം ചൊല്ലുവാനോ മടക്കുവാനോ പാടില്ല. വഹാബികളും മൗദൂദികളും അസ്ലിയായ കാഫറുകളെക്കാൾ കടുത്ത കാഫറുകളല്ലേ എന്ന് മുസ്ലിങ്ങൾ ചിന്തിച്ചു നോക്കുക എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടത്. അതായത് ഇവിടെ കാഫറാക്കുന്ന പരിപാടിയൊക്കെ നടത്തുന്ന ആളുകൾ നിങ്ങളെ ചമച്ച എന്ന് പറയുന്ന കൂടാരത്തിൽ നിന്നുള്ള ആളുകളാണ്, അതല്ലാതെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരല്ല, ഹുസൈൻ സലഫിയെ പോലെയുള്ള പണ്ഡിതന്മാരല്ല എന്ന് അനിൽ മുഹമ്മദിനെ പോലെയുള്ള നികൃഷ്ടജീവികൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇതുപോലെ നിരവധി തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇവിടെ ഹുസൈൻ സലഫിയെ പോലെയുള്ള പണ്ഡിതന്മാർ ആരെയും തന്നെ കാഫറാക്കാൻ വേണ്ടിയല്ല സംസാരിച്ചിട്ടുള്ളത്. ശിർക്കും കുഫറും കലർന്ന വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് അഹ്ലുസുന്നയുടെ യഥാർത്ഥ ആദർശം എന്താണ് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ശ്രമം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. അത് സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം, തള്ളിക്കളയുന്നവർക്ക് തള്ളിക്കളയാം, അത്രമാത്രമേ ഉള്ളൂ.